മിഷൻ ലീഗിന്റെ ആനിമേറ്ററായി സേവനം ചെയ്യുന്ന സിസ്റ്റർ എൽസ്യൂസ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കും. ഞാൻ മിഷൻ ലീഗ് അംഗങ്ങളെ, ഇന്നത്തെ ഈ പ്രത്യേക കാലഘട്ടത്തിലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും നിങ്ങൾ പാഴാക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും കൊച്ചു കൊച്ചു ത്യാഗപ്രവൃത്തികൾ ചെയ്തും നന്മ ചെയ്യാൻ കിട്ടുന്ന സാഹചര്യങ്ങൾ അത് ഉപയോഗപ്പെടുത്തിയും ജീവിച്ച സ്വർഗീയ മധ്യസ്ഥയായി വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഭാരതമേ നിൻ രക്ഷ നിൻ മക്കളിൽ എന്ന മിഷൻ ലീഗിൻ്റെ ആപ്തവാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കണം. സ്നേഹം, ത്യാഗം, സേവനം, സഹനം ഇത് നിങ്ങളുടെ ജീവിത വഴികളിൽ എന്നും ഒരു മാർഗദീപമാകണം. സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ ആ വിശുദ്ധനിൽ നിറഞ്ഞു നിന്ന ആഴമേറിയ ദൈവവിശ്വാസം, നിഷ്കളങ്കത, ദൈവസ്നേഹം, പ്രേക്ഷിത ചൈതന്യം ഇവ ആ ജീവിതത്തിൽ നിന്നും ഒപ്പിയെടുക്കുവാൻ നമുക്ക് ആ സ്വർഗീയ മധ്യസ്ഥനോട് പ്രാർത്ഥിക്കാം, ആ പുണ്യപിതാവിനോട് പ്രാർത്ഥിക്കാം. അതെ, കാറ്റഗിസം ക്ലാസ്സിലുള്ള കുട്ടികൾ തന്നെയാണ് മിഷൻ ലീഗിലെ അംഗങ്ങൾ. ഇന്ന് ബഹുമാനപ്പെട്ട വികാരി അച്ഛനിലൂടെ നൽകുന്ന നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും ഈ കുഞ്ഞുങ്ങളുടെ ആത്മീയമായ വളർച്ചയെ ഏറെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെൻറ് തോമസ് അക്കാഡമിയുടെ ഓരോ സാഹചര്യത്തിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ ഇവരിൽ അന്തർലീനമായി കിടക്കുന്ന സർഗവാസനകളെ വളർത്തിയെടുക്കാൻ, ഊട്ടിയുണർത്താൻ ഏറെ സഹായിക്കുന്നുണ്ട്. ഈ തരുണത്തിൽ സെൻറ് തോമസ് അക്കാഡമിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഈ വേളയിൽ ഇതിന് എല്ലാവിധ ആശംസകളും ഭാഗ്യങ്ങളും ദൈവാനുഗ്രഹവും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സിസ്റ്റർ. അടുത്തതായി തോമസ് ലീഹായെ കുറിച്ച് റിയ സുരേഷ് നമുക്ക് പറഞ്ഞു തരുന്നു. Respected Tomacha, loving sisters, parents, teachers, and all my dear friends. Today we are all gathered to celebrate the feast of St. Thomas, who is known as the Apostle of India. We know that St. Thomas was a disciple of Jesus Christ, who sailed to India to spread Christianity. In 52 AD, he landed on the Malabar coast of India, where there was a Jewish community at that time. He preached the good news and did many miracles in the name of Jesus Christ. Many people believed in him and accepted Jesus as their Lord and Savior. St. Thomas has established nearly 8 churches in Kerala. We are known as the St. Thomas Christians because the origin of our faith is from him. St. Thomas was killed at Mylapore near Madras, and his holy remains are still present at St. Thomas Basilica, Mylapore. Being St. Thomas Christians, it's our duty to spread the message of Jesus without any fear. Along with St. Thomas, we shall also say, Jesus, my Lord, my God. Dear friends, on the occasion of our formal inauguration of our catechism for the academic year 2020-21, on July 3rd, today, we are reminded to learn a lot from St. Thomas. His marvelous journey from doubting Thomas to daring Thomas was the result of his strong, deep and firm faith in Jesus. He taught us all that our words must manifest our faith. Like St. Thomas, let us also grow in the faith of Jesus. Let us also proclaim Jesus as the Son of God, the Redeemer of the world and our Savior, by understanding and experiencing him with our Sunday classes all throughout the year. Thank you. താങ്ക് യു റിയ സുരേഷ്. നമ്മുടെ ഇടവകയുടെ കൈക്കാരനായ ശ്രീ തോമസ് ജോസഫ് ആശംസകൾ അറിയിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ടോമച്ച, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, നമ്മുടെ ഇടവക അംഗങ്ങളെ, ഭാരതം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സീറോ മലബാർ കുടുംബങ്ങളെ സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ദൈവം ഒരുക്കിയ ഒന്നാണ് സംവിധാനം ചെയ്ത ലോ ഷംഷാബാദ് രൂപത. ഇതിൻ്റെ ഭാഗമായി നമ്മളുടെ കുട്ടികൾക്ക് മതബോധനത്തോടൊപ്പം അവരുടെ കലാസാഹിത്യ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുവാൻ സഭ രൂപം കൊടുത്ത ഒന്നാണല്ലോ സെൻറ് തോമസ് അക്കാഡമി.
ഇതിലൂടെ സഭയിലെ വിശുദ്ധരെ അറിയുവാനും അവരെക്കുറിച്ച് പഠിക്കുവാനും അതോടൊപ്പം നമ്മുടെ കുഞ്ഞുമക്കളുടെ ആത്മീയവും ഭൗതികവുമായ കഴിവുകളെ വികസിച്ചെടുക്കുവാനും സാധിക്കുന്നു. സെൻറ് തോമസ് അക്കാഡമിയുടെ ഉദ്ഘാടനം നടക്കുന്ന ഈ അവസരത്തിൽ ഇടവകയുടെ നാമത്തിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ടോമച്ചനെയും സിസ്റ്റേഴ്സിനെയും സൺഡേ സ്കൂൾ അധ്യാപകരെയും ഇടവക ജനത്തെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെ സ്മരിക്കുന്നു. ഏവർക്കും ദുഃഖാന തിരുനാളിൻ്റെ ആശംസകൾ നൽകുന്നു. എൻ്റെ വാക്കുകൾ നടത്തുന്നു. താങ്ക് യു തോമസ് അങ്കിൾ. നമ്മുടെ ഇടവക ബൈബിളിലെ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. സോന ഷാജി അതിന്റെ ക്രമത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. Bible is 73 books. Old Testament 46, New Testament 27. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്, 1 സാമുവേൽ, 2 സാമുവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 എഴുത്താണ്ടം, 2 എഴുത്താണ്ടം, എസ്ര, നെഹമ്യ, തോബിൽ, യൂദ്, എസ്തർ, 1 മക്ബായർ, 2 മക്ബായർ, ജോബ്, സംഗീതങ്ങൾ, ശ്വാസിതങ്ങൾ, സഭാപ്രസംഗങ്ങൾ, ഉത്തമഗീതം, ജ്ഞാനം, പ്രവാചകൻ, ഏശയ്യ, ജെറമ്യ, വിലാപങ്ങൾ, ബാരൂക്ക്, എസെക്കിയേൽ, ദാനിയേൽ, ഹോശിയ, ജോയൽ, ആമോസ്, ഒബാദ്യ, യോന, മിക്ക, നാഹൂം, ഹബക്കു, സഫാനിയ, ഹഗ്ഗായി, സക്കറിയ, മലാക്കി, മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ, റോമ, 1 കൊരിന്ത്യസ്, 2 കൊരിന്ത്യസ്, ഗലാത്യ, എഫേസോസ്, ഫിലിപ്പി, കൊളോസോസ്, 1 തെസ്സലോനിക്ക, 2 തെസ്സലോനിക്ക, 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലിമോൻ, ഹെബ്രായൻ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാസ്, വെളിപാട്. താങ്ക് യു സോന. നമ്മുടെ ഇടവകയുടെ കാരനായ ശ്രീ ലിജു എബ്രഹാം ആശംസകൾ അറിയിക്കുന്നു. അച്ഛ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള ഇടവകക്കാരെ, കൊച്ചുകൂട്ടുകാരെ, ഇന്നേ ദിവസം നമ്മൾ സെന്റ് തോമസ് അക്കാഡമിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന ദിവസമാണ്. സെന്റ് തോമസ് അക്കാഡമിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടമാക്കാനുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പേ അതുണ്ടായിരുന്നു. അതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ കഴിവുകൾ ശരിക്കും പ്രകടിപ്പിക്കുന്നുണ്ട്. അത് നമുക്കെല്ലാം അറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാ കാര്യത്തിലും മിടുക്കന്മാരും മിടുക്കുകളുമാണ്. ഇപ്പോൾ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് ഇടവക തലത്തിലും സോണൽ തലത്തിലും റീജിയണൽ തലത്തിലും അവിടെ നിന്ന് രൂപത തലത്തിലും എത്തിക്കഴിഞ്ഞു. നമ്മുടെ പള്ളിയുടെ പേര് അവിടെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. ഈ സെന്റ് തോമസ് അക്കാഡമിയെ കുറിച്ച് പറയുമ്പോൾ തോമസ് ലീഹ പിന്തുടരുന്ന പാത, അവനോടുകൂടി നമുക്കും പോയി മരിക്കാം എന്ന് പറഞ്ഞ ധീരശിഷ്യനായ തോമസ് ലീഹയുടെ പാത പിന്തുടരുവാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഇത്. നമ്മുടെ മിടുക്കന്മാരും മിടുക്കുകളും സെന്റ് തോമസ് അക്കാഡമി നല്ല രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ വർഷങ്ങളിലും നടത്തിക്കൊണ്ടിരുന്നു. ഇനിയും വരുന്ന ഈ നാളുകളിലും ഈ മിടുക്കന്മാരും മിടുക്കുകളും സെന്റ് തോമസ് അക്കാഡമി നല്ലതായിട്ട് നടത്തും എന്ന് നല്ല കുറച്ച് വിശ്വാസമുണ്ട്. അവരെ സഹായിക്കാനായിട്ട് ചെറുപുഷ്പം, സിം, ബാക്കി എല്ലാ സംഘടനകളും ഉണ്ട്. ഈ അവസരത്തിൽ സെന്റ് തോമസ് അക്കാഡമിക്ക് വേണ്ട എല്ലാ നന്മകളും, എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ ആശീർവാദങ്ങളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ലിജു അങ്കിൾ, അക്കാഡമി. അടുത്തതായി മനോഹരമായ ഒരു സംഘഗാനം. Bless the Lord, oh my soul, oh my soul, I worship your holy name. Sing like never before, oh my soul, I worship your holy name. The sun comes up, it's a new day dawning. It's time to sing your song again. Whatever may pass and whatever lies before me,
me be singing till the evening comes. Bless the Lord, oh my soul, oh my soul. I worship your holy name. Sing like never before, oh my soul. I worship your holy name. You're rich in love and you're slow to anger. Your name is great and your heart is kind. For all your goodness I will keep on singing. 10,000 reasons for my heart to find. Bless the Lord, oh my soul, oh my soul. I worship your holy name. Sing like never before, oh my soul. I worship your holy name. Bless the Lord, oh my soul, oh my soul. I worship your holy name. Sing like never before, oh my soul. I worship your holy name. Ah, Lord, I worship your holy name. Yes, Lord, I worship your holy name. Thank you. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്. അക്കാഡമിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ ടീച്ചർ ശ്രീമതി ബിജി സുരേഷ് നമ്മളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട തോമച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചുകുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്ന് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ സെന്റ് തോമസ് അക്കാഡമിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ അധ്യയന വർഷം നമ്മൾ നടത്തിയ വിശുദ്ധന്മാരെ കുറിച്ചുള്ള പ്രസംഗ പരിശീലന കളരിയെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും. നമ്മുടെ സഭയിലെ വിശുദ്ധനെ കുറിച്ച് ആഴത്തിൽ അറിയുവാനും പഠിക്കുവാനുമുള്ള ഒരവസരമാണ് ഈ പ്രസംഗ കളരി നമ്മുടെ കുട്ടികൾക്ക് സമ്മാനിച്ചത്. ഈ വിശുദ്ധരിൽ തിളങ്ങി നിന്നിരുന്ന ആഴമായ ദൈവവിശ്വാസം, സഹജീവികളോടുള്ള സഹാനുഭൂതി, കരുണ, വിനയം, ക്ഷമ, ധൈര്യം, സർവോപരി ഏത് പ്രതിസന്ധിയിലും ഈശോയോട് ചേർന്ന് നിൽക്കുന്ന അചഞ്ചലമായ ദൈവഭക്തി എന്നീ ഗുണങ്ങളെല്ലാം നമ്മുടെ കുട്ടികൾക്ക് പകർന്നു നൽകിയ പാഠങ്ങൾ വളരെ വലുതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിൽ പ്രസംഗ കളിക്കുന്ന പ്രാധാന്യം. സഭാകമ്പം കൂടാതെ ചെറിയ ചെറിയ ഇത്തരം സദസ്സുകളും ഈ പ്രായത്തിൽ പ്രസംഗം പറഞ്ഞ് ശീലിക്കുന്നത് ഭാവിയിൽ വലിയ നേതൃ പാഠകത്തിലേക്ക് വളരാനുള്ള അവസരങ്ങളാണ് അവർക്ക് സമ്മാനിക്കുന്നത്. ജീവിതത്തിന്റെ ഏത് മേഖലയിലും ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും തിളങ്ങാൻ അത് അവരെ സഹായിക്കും. കൂടുതൽ വിശുദ്ധന്മാരെ പഠിച്ചും അവരിന് പ്രസംഗിച്ചു ഈ അധ്യയന വർഷവും നമുക്ക് അവരെ പോലെ ഈശോയ്ക്ക് വേണ്ടി ഈശോയോടൊപ്പം ജീവിക്കാം. നന്ദി, നമസ്കാരം. അടുത്തതായി ഷെർലി ജോസഫിന്റെ ഒരു ഗാനം കേൾക്കാം. കൈകൊട്ടി പാടിടുവിൻ എന്നാലുമേശുവിനായി, ലോകത്തിൻ പാലകനാം രക്ഷകനാം നാഥനായി. കൈകൊട്ടി പാടിടുവിൻ എന്നാലുമേശുവിനായി, ലോകത്തിൻ പാലകനാം രക്ഷകനാം നാഥനായി. രാജാവല്ലോ അവൻ, രാജാവല്ലോ അവൻ, രാജാധിരാജനല്ലോ. ഇനി ലോകം ഭരിച്ചിടാൻ ആഗതനാം ഇടും ദൈവാലി ദേവനല്ലോ. രാജാവല്ലോ അവൻ, രാജാവല്ലോ അവൻ, രാജാധിരാജനല്ലോ. ഇനി ലോകം ഭരിച്ചിടാൻ ആഗതനാം ഇടും ദൈവാലി ദേവനല്ലോ. കൈകൊട്ടിപ്പാടിടുവിൻ എന്നാലുമേശുവിനായി, ലോകത്തിൻ പാലകനാം രക്ഷകനാം നാഥനായി. രാജാവല്ലോ അവൻ, രാജാവല്ലോ അവൻ, രാജാധിരാജനല്ലോ.
എന്നാലും യേശുവിനായി ലോകത്തിൻ പാവകനാം രക്ഷകനാം നാഥനായി സ്തോത്രം പാടിടുവിൻ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശരീരത്തോടും പൂർണ്ണ ആത്മാവിൻ ശക്തിയോടും സ്തോത്രം പാടിടുവിൻ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശരീരത്തോടും പൂർണ്ണ ആത്മാവിൻ ശക്തിയോടും. രാജാവല്ലോ അവൻ, രാജാവല്ലോ അവൻ, രാജാതിരാജനല്ലോ. ഇനി ലോകം ഭരിച്ചിടാനാകത് നാം ഏതും ദേവാനി ദൈവനല്ലോ. ആർത്തു പാടിടുവിൻ തപ്പിൻ താളവും വാഞ്ചമേളവും സംഗനിത്യത്തോടും പാടുവിൻ. ആർത്തു പാടിടുവിൻ തപ്പിൻ താളവും വാഞ്ചമേളവും സംഗനിത്യത്തോടും പാടുവിൻ. കൈ കൊട്ടിപ്പാടിടുവിൻ. എന്നാലും യേശുവിനായി ലോകത്തിൻ പാലകനാം രക്ഷകനാം നാഥനായി. ഷെർലി, അടുത്തതായി നാൻസി ജോസഫ് അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ്. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു. താങ്ക് യു. അടുത്തതായി തോമസ് ലിഹായുടെ ജീവിതത്തെക്കുറിച്ച് ഒരു കൊച്ചു സ്കെച്ച്. പ്രിയമുള്ളവരെ, തോമസ് ലീഹായെ നാം സുവിശേഷങ്ങളിൽ കണ്ടുമുട്ടുന്നത് 3 പ്രാവശ്യമാണല്ലോ. ഈശോയുടെ വിളി കേട്ട് കൂടെ നടന്ന് പഠിച്ച് അവനിൽ തന്റെ വിശ്വാസം ധീരതയോടെ ഏറ്റുപറയുന്നത് നാം കാണുന്നു. ഞങ്ങൾ സ്നേഹപൂർവം സമർപ്പിക്കുന്നു മാർ തോമസ് ലീഹ. ഞാൻ ബഥനിയായിലേക്ക് പോവുകയാണ്. നീ ഇപ്പോൾ പോയാൽ എങ്ങനെ ശരിയാവും? അവർ നേരത്തെ തന്നെ നിന്നെ കല്ലെറിയാൻ നോക്കി നിൽക്കുകയാണ്. ലാസർ മരിച്ചു, ഞാൻ അവനെ കാണാൻ പോവുകയാണ്. വരുവിൻ, നമുക്കും അവന്റെ കൂടെ പോയി മരിക്കാം. ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് വേണ്ടി താമസ സ്ഥലം ഒരുക്കുവാൻ. ഞാൻ തിരിച്ചു വരും. നിങ്ങൾക്ക് വഴി അറിയാമല്ലോ. നീ എങ്ങോട്ടേക്കാ പോണത് എന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെയെങ്കിൽ ആ വഴി ഞങ്ങൾ എങ്ങനെ അറിയാം? ഞാനാണ് വഴിയും സത്യവും ജീവനും. അവൻ ഞങ്ങൾക്ക് പരസ്പരം സമാധാനം തന്നു. ഞാൻ വിശ്വസിക്കത്തില്ല. അവന്റെ കൈയുടെ ആണിപ്പഴുതുകൾ ഞാൻ നിന്റെ കണ്ണുകൊണ്ട് കാണുകയും അവയെ തൊടുകയും അവന്റെ പാർശ്വത്തിൽ തൊടാതെ ഞാൻ വിശ്വസിക്കും. നിങ്ങൾക്ക് സമാധാനം. തോമസ്, അടുത്തു വരൂ. തോമസ്, ഇതാ എന്റെ ആണിപ്പഴുതുകൾ കാണുക. നിന്റെ വിരൽ കൊണ്ട് എന്റെ പാർശ്വത്തിൽ തൊടുക.
അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അവൻ പഠിച്ച ജീവിച്ച വിശ്വാസം നമ്മുടെ ഭാരതഭൂവിൽ അവൻ കടന്നു വന്ന് നമ്മെ പഠിപ്പിച്ചു. AD 72 മൈലാപ്പൂരിലെ ചിന്നമലയിൽ വച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അവനെ കുന്തം കൊണ്ട് കുത്തി. അങ്ങനെ രക്തസാക്ഷിത്വം വരിച്ചു. നമ്മെ വിശ്വാസത്തിൽ ജനിപ്പിച്ച് വളർത്തിയ തോമാ മാർഗം നമ്മെ പരിശീലിപ്പിച്ച് നമുക്ക് പകർന്നു കിട്ടിയ ഈശോയിലുള്ള ആ വിശ്വാസം ഉജ്ജ്വലിപ്പിക്കുവാൻ മാർ തോമാ നസ്രാണികളായ നമുക്കേവർക്കും പരിശ്രമിക്കാം. ദുഃഖ്രാണ തിരുനാൾ മംഗളങ്ങൾ നിങ്ങൾ എല്ലാവർക്കും നേരുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. 2019-20 അധ്യയന വർഷത്തിൽ ഏറ്റവും നന്നായി കാറ്റഗിസം പഠിച്ച കുട്ടികളെ, എക്സലൻസ് വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നു. അവർക്ക് എല്ലാവിധ അനുമോദനങ്ങളും നേരുന്നു. മതബോധനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. നമ്മുടെ വികാരിയച്ഛൻ നമ്മളെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. ദൈവാരാധന കഴിഞ്ഞാൽ ഒരു ഇടവകയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യത്തോടെ നടക്കേണ്ടുന്ന ഒരു കാര്യമാണ് അവിടുത്തെ മതബോധനം എന്നത്. ആ ക്ലാസ്സുകളിൽ മുടങ്ങാതെ ചേരുവാനും എല്ലാ ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുവാനും നമുക്ക് സാധിക്കണം. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മുടങ്ങാതെ വേദപാഠത്തിൽ സംബന്ധിച്ച എല്ലാ കുട്ടികളെയും ഒപ്പം അധ്യാപകരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയും ചെയ്തു. ഒപ്പം അവരെ പറഞ്ഞുവിട്ട മാതാപിതാക്കളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയും ചെയ്തു. ഒരു പള്ളിയിലെ മതബോധന രംഗം അവിടുത്തെ അധ്യാപകരെ ആശ്രയിച്ചാണ് അതിന്റെ വിജയവും പരാജയവും നിർണ്ണയിക്കപ്പെടുന്നത്. നമ്മുടെ പള്ളിയിൽ മിടുക്കരായിട്ടുള്ള അധ്യാപകരുള്ളതാണ് നമ്മുടെ വലിയ ശക്തി. വികാരിയത്തിനോടൊപ്പം ചേർന്ന് HM സിസ്റ്റർസേനും മറ്റ് അധ്യാപകരും ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നു. അവരുടെ സേവനം ശുശ്രൂഷയും ദൈവസന്നിധിയിൽ അവർക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നേ ദിവസം തോമസ് നാമധാരികളുടെ ഫീസ്റ്റ് ഡേ കൂടിയാണല്ലോ. നമ്മുടെ ഇടവകയിലുള്ള എല്ലാ തോമസ് നാമധാരികളെയും ആശംസ അറിയിക്കുന്ന സമയമാണിത്. ആശംസകൾ അറിയിക്കുവാനായി ഈ സമയം ഉപയോഗിക്കുകയാണ്. വളരെ പ്രധാനമായി നമ്മുടെ വികാരി അച്ഛൻ തോമസ് നാമധാരിയായ ഫാദർ ടോം വടക്കേക്കര അച്ഛനെ ഈ തിരുനാളിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുന്നതിനായി കാറ്റഗിസം ടീച്ചർ ജോർജി ജോർജിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ദുഃഖ്രാണ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. നമ്മുടെ പിതാവായ തോമസ് സ്ലീഹായുടെ മധ്യസ്ഥം നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇന്നേ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ്റെ ഫീസ്റ്റാണല്ലോ. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നാം ഇത്രത്തോളം വളർന്നതിൻ്റെ കാരണം നമ്മുടെ ടോം അച്ഛൻ്റെ നേതൃത്വം കൊണ്ടാണല്ലോ. നമ്മുടെ കാറ്റഗിസം ഇത്രയും സജീവമാകുന്ന കാരണം അച്ഛൻ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊണ്ടാണല്ലോ. തോമാസ് സ്ലീഹായെ പോലെ പ്രേക്ഷിത ചൈതന്യത്തോടെ നമ്മെ നയിക്കുവാൻ അച്ഛന് ഇനിയും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ടോമച്ച ഫീസ്റ്റിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഒപ്പം നമ്മുടെ കൈക്കാരനായ തോമസ് അങ്കിളെയും ഒപ്പം എല്ലാ തോമസ് നാമധാരികളെയും ഫീസ്റ്റിൻ്റെ മംഗളം ആവശ്യസിക്കുന്നു. താങ്ക് യു ജോർജി ടീച്ചർ. നമ്മുടെ മതബോധനത്തിന്റെ രക്ഷകർത്താവ് നമ്മുടെ രൂപതയുടെ മെത്രാനാണ് അഭിവന്ദ്യ റാഫേൽ ത്രിട്ടിൽ പിതാവ്. അദ്ദേഹം രൂപതയിൽ വേദപാഠം സിസ്റ്റമാറ്റിക്കായി പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അഭിവന്ദ്യ പിതാവ് ഇപ്പോൾ നമ്മളോടും കുട്ടികളോടും അധ്യാപകരോടും ഇടവക ജനത്തോടും സംസാരിക്കുന്നു. അഭിവന്ദ്യ പിതാവിന്റെ ശ്ലൈഹിക ആശീർവാദം ഇപ്പോൾ നമുക്ക് കിട്ടുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം അഭിവന്ദ്യ പിതാവിനെ ശ്രവിക്കാം. ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള ബഹുമാനപ്പെട്ട ടോം വടക്കേക്കര അച്ഛ, സ്നേഹമുള്ള മതാധ്യാപകരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, 2019 20 അധ്യയന വർഷത്തിൽ ഏറ്റവും നന്നായി കാറ്റഗിസം പഠിച്ച കുട്ടികളെ, എക്സലൻസ് വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നു. അവർക്ക് എല്ലാവിധ അനുമോദനങ്ങളും നേരുന്നു.
ബറോഡയിലെ മനേജ സെന്റ് അൽഫോൻസ പാരീഷിലെ നമ്മുടെ മതബോധന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സെൻറ് തോമസ് അക്കാഡമിയുടെ പ്രോഗ്രാമിൽ സംബന്ധിക്കാൻ എനിക്ക് കഴിയുന്നതിൽ അനൽപമായ ആനന്ദവും അഭിമാനവുമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഓൺലൈൻ പ്രോഗ്രാം കണ്ടു. വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. സെൻറ് തോമസ് അക്കാഡമി നമ്മുടെ വിശ്വാസ പരിശീലനത്തിന് വരുന്ന കുട്ടികളുടെ കല, സാഹിത്യ, സർഗവാസനകളെ വളർത്താൻ വിശ്വാസ പരിശീലനത്തോടൊപ്പം നടത്തുന്ന ഈ പ്രോഗ്രാം വളരെ അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നി. വളരെ പ്രസക്തവുമാണ്. ബഹുമാനപ്പെട്ട ടോമച്ചൻ ഇതിൻ്റെ പിറകിലെ എടുക്കുന്ന പ്രത്യേക താല്പര്യത്തിനും നേതൃത്വത്തിനും ഞാൻ രൂപതയുടെ നാമത്തിൽ അച്ഛൻ അഭിനന്ദിക്കുകയും ഏറെ സ്നേഹത്തോടുകൂടെ കൃതജ്ഞയും കടപ്പാട് അറിയിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, ഒരു ചെടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്ന് പറയുന്നത് നാളേക്ക് വിരിയാനുള്ള പൂമുട്ടുകളാണ്. ഒരു ചെടിയെ നമ്മൾ കരുത്തായിട്ട് കരുതുന്നത് ആ ചെടിയിലെ നാളെ വിരിയാനുള്ള പൂക്കളും ആ പൂക്കളിൽ നിന്ന് ലഭ്യമാകുന്ന വിത്തുകളാണ്. നമ്മുടെ മതബോധനം എന്ന് പറയുന്നത് നമ്മുടെ മക്കളിലെ നമ്മുടെ വിശ്വാസ പൈതൃകങ്ങളുടെ വിത്ത് പാകാനുള്ള, ആ വിത്ത് മുളപൊട്ടാനുള്ള അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ്. തോമസ് ലീഹ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയ വിശ്വാസ പൈതൃകം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രവാസികളായ നിങ്ങളുടെയൊക്കെ മക്കളുടെ ഹൃദയങ്ങളിലെ പ്രതികൂല സാഹചര്യങ്ങളുടെ ഒക്കെ നടുവിലെ നട്ട് നനച്ചു വളർത്താൻ നിങ്ങൾ നടത്തുന്ന പരിശ്രമം ഞാനതിനെ എങ്ങനെയാണ് അഭിനന്ദിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. നമ്മുടെ ഇടവകക്കാരെ അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലും കരുത്തുമായിട്ട് കരുതുന്നത് നാളത്തെ തലമുറ നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ ചെറുപ്പക്കാരാണ്. അവരുടെ പരിശീലനത്തിന് വേണ്ടി നിങ്ങളെടുക്കുന്ന താല്പര്യവും നിങ്ങൾ കാണിക്കുന്ന കഠിനാധ്വാനവും എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. മാതാപിതാക്കൾ കുട്ടികളുടെ കാവൽക്കാരാണ്. സത്യത്തിൽ അവരാണ് ആദ്യത്തെ മതാധ്യാപകര്. നിങ്ങളുടെ ജീവിതമാണ് കുട്ടികൾ വായിക്കുന്ന ആദ്യത്തെ ബൈബിള്. നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മാതൃകയും നിങ്ങൾ വിശ്വാസ ജീവിതത്തോട് കാണിക്കുന്ന നിലപാടുകളും അതൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലെ വിശ്വാസത്തോട് ഇഷ്ടം തോന്നിക്കാനും അവർ താല്പര്യം ജനിപ്പിക്കാനും കാരണമാകുന്നത്. മതാധ്യാപകരെ കുറിച്ച് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാം തന്നെ ജോലി തിരക്കിൻ്റെ നടുവിലാണ്. എങ്കിൽ പോലും ഞായറാഴ്ചകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസ പരിശീലനത്തിലെ മതാധ്യാപകരെടുക്കുന്ന താല്പര്യവും അവരെ നടത്തുന്ന കഷ്ടപ്പാടുകളും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു പുതിയ രൂപതയാണ്, നമ്മൾ ബാലാരിഷ്ടകളുടെ നടുവിലാണ്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് നമ്മുടെ രൂപത വിശ്വാസ പരിശീലന രംഗത്ത് വളരെയേറെ മുന്നോട്ട് കാലുകൾ വയ്ക്കുന്നുണ്ട്. അതിൽ മതാധ്യാപകരുടെ പങ്കാളിത്തവും മതാധ്യാപകരുടെ സന്മനസ്സും സഹകരണവും എത്ര ശ്ലാഘിച്ചാലും മതിയാകില്ല. Dear my catechism teachers, I appreciate your hard work. Thank you very much. കുട്ടികളെ, നിങ്ങളാണ് ഏറ്റവും വിലപ്പെട്ട നിത്യനിക്ഷേപം. ഈശോയെ കാണാതെ പോയപ്പോൾ മറിയവും യൗസേപ്പും കൂടെ എത്ര സങ്കടത്തോടു കൂടിയിട്ടാണ് അവൻ അന്വേഷിച്ചത് കിട്ടാനായിട്ട്. കണ്ടുകെട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മ അല്പം കാർക്കശ്യത്തോടുകൂടി ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എവിടെയായിരുന്നു?
ഈശോന് കൊടുത്ത മറുപടി എത്ര മനോഹര. അമ്മയ്ക്ക് അറിയാൻ പാടില്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടവനാണെന്ന്. അവൻ അവിടുത്തെ പണ്ഡിതന്മാരോടുകൂടെ തർക്കിച്ചു. അവൻ്റെ ബുദ്ധിയിലും അവൻ്റെ വിവേകത്തിലും അവൻ്റെ വിശ്വാസത്തിലും അവൻ ജനങ്ങളോട് കാണിച്ച അനുകമ്പയിലൊക്കെ എത്ര മതിപ്പാണ് ഉണ്ടായത്. എനിക്ക് കുഞ്ഞുങ്ങളായ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുള്ളത് എന്താണെന്നറിയാമോ? ഈശോയെപ്പോലെ ആയിരിക്കണം മക്കളെ നിങ്ങൾ. ഈശോയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകണം. നമ്മുടെ വിശ്വാസ പരിശീലനം വെറുതെ ഒരു ചടങ്ങ് മാത്രമല്ല. നിങ്ങൾ നാളെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ളവരാ. നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. നാളത്തെ സഭ നിങ്ങളുടെ കരങ്ങളിലെ സുരക്ഷിതമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾ നല്ല താല്പര്യം എടുക്കണം. ഈശോയെപ്പോലെ നിങ്ങൾ നല്ല ആരോഗ്യത്തിൽ വളരണം. നല്ല ബുദ്ധിയിലും വിവേകത്തിലും നിങ്ങൾ മുന്നോട്ട് പോകണം. അതുപോലെ വിശ്വാസത്തിൽ നിങ്ങൾ തീക്ഷ്ണത കൊണ്ട് ജ്വലിക്കണം. പാവങ്ങളുള്ള അടുപ്പത്തിലും സ്നേഹത്തിലും നിങ്ങൾ എല്ലാവർക്കും മാതൃകയാകണം. നിങ്ങൾ വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ കൾച്ചറൽ ക്ലബ്ബ് ആർത്തോമ, എനിക്ക് തോന്നുന്നത് നമ്മുടെ രൂപതയ്ക്ക് എല്ലാ ഇടവകൾക്കും ഒരു മാതൃകയാണ്. ഇതിൽ ഏറ്റവും സജീവമായിട്ട് കുട്ടികൾ പങ്കെടുക്കുന്ന അറിയുന്ന എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ എല്ലാവരുടെ പേരിലും നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് സർവ്വ നന്മയും ദൈവാനുഗ്രഹവും പിതാവ് പ്രാർത്ഥിക്കുന്നു. പിതാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം. ഈ കോവിഡിൻ്റെ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ കാണാൻ ഞാൻ വരും. നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കണം. ഞാൻ നിങ്ങൾക്ക് എല്ലാ നന്മയും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, സെൻറ്റ് അൽഫോൺസ പാരിഷ് മാനേജർ ബറോഡ നടത്തുന്ന കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തോടനുബന്ധിച്ചുള്ള അവിടെ സർഗചൈതന്യം വളർത്താൻ, കലാഭിരുചികളെ പരിപോഷിക്കാൻ നടത്തുന്ന ഈ പരിശ്രമത്തെ നീ അനുഗ്രഹിക്കണേ. നീ വളർന്നതുപോലെ ഞങ്ങളുടെ കുട്ടികൾ ആരോഗ്യത്തിൽ വളരട്ടെ, ബുദ്ധിയിലും വിവേകത്തിലും നിറയട്ടെ, അവിടെ ഹൃദയം വിശ്വാസം കൊണ്ട് ജ്വലിക്കട്ടെ. അവരെ മറ്റുള്ളവരോടുള്ള അനുകമ്പ കൊണ്ടും പരസ്നേഹം കൊണ്ടും എല്ലാവർക്കും മാതൃകയാകട്ടെ. അവരുടെ മാതാപിതാക്കളെയും അവരുടെ മതാധ്യാപകരെയും എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന കൈക്കാരന്മാരെയും വികാരിച്ചിനെ ഇടവക സമൂഹത്തെയും നീ ആശീർവദിക്കണേ. കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാ സംസർഗമുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമുള്ള നിങ്ങളുടെ സ്വന്തം തട്ടിൽ പിതാവ്, ഹരിപ്രഭാതിലെ ശംഷാബാദിൽ നിന്ന്. താങ്ക് യു പിതാവെ, അങ്ങ് തന്ന വാക്കുകൾക്കും അങ്ങയുടെ പ്രത്യേക ആശീർവാദത്തിനും. ഒപ്പം തന്നെ നമ്മുടെ കൈക്കാരനായ ശ്രീ തോമസ് അങ്കിൾ, അദ്ദേഹത്തെയും നമ്മുടെ ഇടവകയിലുള്ള എല്ലാ തോമസ് നാമധാരികളെയും ഈ അവസരത്തിൽ പ്രത്യേകമായി ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഫീസ്റ്റ്. എല്ലാവർക്കും നന്ദി പറയുന്നതിനായി കാറ്റഗിസം സ്റ്റാഫ് സെക്രട്ടറി കുമാരി കാവ്യ ജോർജിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സെയിന്റ് തോമസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ സെറമണി ഇത്രയും ഭംഗിയായി നടത്തുവാൻ സഹായിച്ച, നമ്മെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തോട് ആദ്യമായി നന്ദി പറയുന്നു. നമുക്ക് വളരെ നല്ലൊരു സന്ദേശവും ശ്ലൈഹിക ആശീർവാദം തന്ന് നമ്മളെ ധന്യരാക്കിയ നമ്മുടെ ശംഷാബാദ് രൂപതയുടെ ഇടയനായ മെത്രാൻ അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിന് ഇടവക മക്കളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒത്തിരി ജോലി തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി നമ്മുടെ സെയിന്റ് തോമസ് അക്കാഡമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തന്ന മോൺസിഗ്നോർ ജോസഫ് കൊല്ലംപറമ്പിൽ അച്ഛന് ഇടവക ജനങ്ങളുടെ പേരിൽ സ്നേഹാർദ്രമായ നന്ദി അറിയിക്കുന്നു. സെയിന്റ് തോമസ് അക്കാഡമിയുടെ ലോഗോ പ്രകാശനം ചെയ്ത ഡയസീഷ്യൻ കാറ്റഗിസം ഡയറക്ടർ ബഹുമാനപ്പെട്ട സോജി മുണ്ടുപാലത്തിൽ അച്ഛന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നമുക്ക് നല്ലൊരു ആശംസാ സന്ദേശം തന്ന ബഹുമാനപ്പെട്ട ജോബി അച്ഛന് നന്ദി പറയുന്നു. ആശംസകൾ അർപ്പിച്ച, നമ്മെ ആശീർവദിച്ച
ബഹുമാനപ്പെട്ട പോൾ പാറപ്ലാക്കൽ അച്ഛന് നന്ദിയോടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. നമ്മുടെ ഗ്രാഫിക് പാർട്ട്ണറായ ശ്രീ ജിത് ജോമോനും എല്ലാവരുടെയും നാമത്തിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ടോമച്ചനും സിസ്റ്റേഴ്സിനും കൈക്കാരന്മാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാ കാറ്റഗിസം സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസിനും എല്ലാ പാരിഷണേഴ്സിനും നമ്മുടെ എല്ലാ വെൽവിഷേഴ്സിനും കൃതജ്ഞത അർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി കാവ്യ ടീച്ചർ. പ്രിയപ്പെട്ടവരെ, ഈ സെന്റ് തോമസ് അക്കാഡമിയിൽ നമുക്ക് വളരാം, നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാം. എഴുതുവാനും വരയ്ക്കുവാനും പാടാനും പ്രസംഗിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.